ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് കുട്ടികൾക്കായിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പി ആട്ടോ. അടിപൊളിയാണ്. പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് നമ്മളെ വീട്ടിൽ ഒരു ബ്രെഡും ഇത്തിരി നെയ്യും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബ്രെഡ് വാട്ടിയൊക്കെ എല്ലാവരും ഇപ്പോൾ കുട്ടികളൊക്കെ കൊടുത്താൽ വേണ്ട, മടുത്തു എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാവും. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പം നമ്മുടെ ചീസി ഗാർലിക് ബ്രെഡ് സ്റ്റിക്കിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു സോസ് ഉണ്ടാക്കാം. ഈ ബ്രെഡിൽ ഡിപ്പ് ചെയ്യാനും ഇത് ഞാൻ ഒരു 1/4 കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്ത വെണ്ണ എടുത്ത്, നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി നെയ്യ് ഉപയോഗിക്കാം. ഓക്കെ, വെണ്ണ ആകുമ്പോൾ കുട്ടികൾക്കല്ലേ, അപ്പോൾ ഒന്നുകൂടി നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ വെണ്ണ എടുത്തത്. നല്ല നെയ്യാണെങ്കിലും ഒരു കുഴപ്പമില്ല. ഓക്കെ, അത് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1.5 ടീസ്പൂണ് വെളുത്തുള്ളി, 2 അല്ലി വെളുത്തുള്ളി ഉണ്ടാവും, അത് നന്നായി ചെറുതായി ഗ്രേറ്റ് ചെയ്താണ് അത് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ തണ്ടോട് കൂടിയ 1 ടേബിൾ സ്പൂണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർക്കുക, 1 ടേബിൾ സ്പൂൺ വരെ ഉപയോഗിക്കാം. മല്ലി അതാണ്, അതും ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ എരിവിന് ഫ്രഷ് ചെയ്ത റെഡ് ചില്ലില്ലേ, ഡ്രൈഡ് വറ്റൽമുളക്, അത് ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ ടു അര വരെ ഉപയോഗിക്കുക എരിവിനനുസരിച്ച് കേട്ടോ. പിന്നെ ഒരു പിഞ്ച് ഉപ്പ്. ഇനിയിപ്പോൾ ബട്ടറിൽ ഉപ്പുള്ളതാണെങ്കിൽ ഉപ്പിടണമെന്നില്ല, ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു നുള്ളു ഉപ്പിട്ടേക്ക്. പിന്നെ ഓപ്ഷനൽ ഇതന്നെ മതി, നല്ല ഫ്ലേവർ ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളതുകൊണ്ട് ഇടുകയാണ്. ഒരു ഇത്തിരി 1/4 ടീസ്പൂൺ oregano. ഇതിന് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ മാറ്റിയേക്കാം കേട്ടോ. ഞാനിവിടെ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ 2 സ്ലൈസിൻ്റെ ബ്രെഡ് നമുക്ക് നൂർത്തിയിട്ട് ഞാൻ ഈ ഒരു സ്ലൈസിലേക്ക് കുറച്ച് മോസറല്ല ചീസ് വെച്ചെടുക്കുകയാണ്. ഇത്തിരി നമുക്ക് ഇഷ്ടമുള്ള അത്ര. ഇത് ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയ ചീസാണ്. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് ഞാൻ മുമ്പ് ചെയ്ത ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ, വെറുതെ നമ്മൾ കെമിക്കലൊന്നുമുള്ള ചീസ് വാങ്ങി കുട്ടികൾക്കൊന്നും കൊടുക്കേണ്ട. അപ്പോൾ ഞാൻ ഇനി ഇത് കവർ ചെയ്യാണ്. കവർ ചെയ്തു. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സോസില്ലേ, അത് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഇതിൻ്റെ മേലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. ഞാനൊരു ഫ്രൈ പാൻ വെച്ച് ചൂടാൻ വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഞാൻ ഓയിൽ, എന്തായാലും ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് അടിഭാഗത്തേക്കാക്കി നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ കുറച്ച് തീയിലേ വെക്കാം കേട്ടോ. ഇനി നമ്മൾ മറ്റേ ഭാഗത്ത് പുരട്ടിയില്ലല്ലോ, ആ ഭാഗത്തേക്കും 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമ്മളെ എല്ലാം കൂടണം കേട്ടോ. വെളുത്തുള്ളിയും എല്ലാം ഉണ്ടാവും അടിയിൽ, അത് വെച്ച് കൊടുക്കും ഒന്നുകൂടി. ഇത് ഇനി നമുക്ക് തിരിച്ചു മറിച്ചിട്ടു ഒന്ന് ചെറിയ തീയിൽ മൊരിയിച്ചെടുക്കണം. നമ്മൾ ഉള്ളിലുള്ള ചീസ് ഒന്ന് മെൽറ്റ് ആവുകയും വേണം. ഓക്കെ, അധികം ഒരു ഭാഗം തന്നെ വെച്ചാൽ ബട്ടർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ 2 ഭാഗവും 2 പ്രാവശ്യമാക്കി തിരിച്ചു മറിച്ചിട്ടൊന്ന് മൊരിച്ചെടുക്കാം കേട്ടോ. ചീസി ഗാർലിക് ബ്രെഡ് ഇവിടെ റെഡി ആട്ടോ. ഇനി നമുക്ക് ചട്ടിനെടുത്ത് ഫ്രൈ പാനിനെടുത്ത് മാറ്റാം. കുട്ടികൾക്കൊക്കെ എന്തായാലും നല്ല ഇഷ്ടമാവും. നമ്മൾ ഈ ഉണ്ടാക്കിയ സോസ് ഉപയോഗിച്ചിട്ട് ഒരു 4 എണ്ണം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. 8 സ്ലൈസ് ബ്രെഡ് കൊണ്ട് നല്ല ഹെവിയാണ്. ഇനി ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ചീസ് ഉള്ളതുകൊണ്ട് കണ്ടോ, ചീസ് മോസറല്ല ചീസ് ആയതുകൊണ്ട് സ്റ്റിക്കുമാണ്. ഇതുപോലെ കിട്ടും നമുക്ക്. വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. കണ്ടോ, ഉള്ളിൽ നല്ല ചീസിയാണ്, നല്ല ജ്യൂസിയാണ്, നല്ല ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാൻ. നമുക്ക് ഈ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടാറുണ്ട്, ചില കടയിൽ നിന്ന് പിസ്സൻ്റെ ഒക്കെ കൂടെ ആ ഒരു ചീസി ബ്രെഡ് സ്റ്റിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അതേ ടേസ്റ്റ് ആട്ടോ ഇതിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചെയ്ത് കഴിഞ്ഞിട്ട് ലൈക്ക് ചെയ്യുക. ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.